KPCC-യിൽ ഇപ്പോൾ അധ്യക്ഷ പദവിക്കായി നേതാക്കളുടെ ചരടുവലികൾ നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗ്രൂപ്പുകളുടെ പിന്തുണയോടെയും അല്ലാതെയും ഒക്കെ 6 ഡസനിലധികം നേതാക്കളാണ് ഇപ്പോൾ ഈ പദവിക്കായി നീക്കം നടത്തുന്നത്. ആരൊക്കെയാണ് ഇപ്പോൾ KPCC അധ്യക്ഷ പദവി കൊതിക്കുന്നതെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമോ? കൈവിരലിൽ എണ്ണിയാൽ തീരില്ല. ഞാൻ പറഞ്ഞു തരാം. കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ, ജോസഫ് വാഴക്കൻ, KC ജോസഫ്, VS ശിവകുമാർ, മാത്യു കുഴൽനാടൻ എന്നിവർ ഇപ്പോൾ പദവി ലക്ഷ്യമിട്ട് പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇനി ഇതുകൂടാതെ MK രാഘവനും രാജ്മോഹൻ ഉണ്ണിത്താനും അധ്യക്ഷ പദവിയിലെത്താൻ ആഗ്രഹമുള്ളവരാണ്. തർക്കം മുറുകുമ്പോഴും എന്താണ് ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്ന് നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. വിവരങ്ങളുമായി നൗഫൽ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് KPCC-യിൽ സംഭവിക്കുന്നതെന്ന്. നൗഫൽ, ഗുഡ് മോർണിംഗ്. ഏതായാലും KPCC-യിൽ അധ്യക്ഷ പദവി ലക്ഷ്യമിട്ട് നേതാക്കളുടെ നീണ്ട നിരയുണ്ട്. പേരുകൾ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആവർത്തിക്കാൻ പോയാൽ അരമണിക്കൂറോളം സമയം അതിനു വേണ്ടി വരും. എന്തൊക്കെ ചരടുവലികൾ, കരുനീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്? പ്രധാനപ്പെട്ട നേതാക്കളുടെ പിന്തുണയും ഗ്രൂപ്പുകളുടെ പിന്തുണയും ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളാണോ ഈ പദവി കൊതിക്കുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? മനു, ഗുഡ് മോർണിംഗ്. മനു പറഞ്ഞതുപോലെ തന്നെയാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നു. UDF അധികാരത്തിൽ വന്നിപ്പോൾ 2 മാസം പിന്നിടുകയാണ്. ഇപ്പോഴും KPCC-ക്ക് നാഥനില്ലാ കളരിയായി തന്നെ തുടരുന്നു. അതിൽ തന്നെ കോൺഗ്രസിനകത്ത് വലിയ അമർഷം കൂടി നിലനിൽക്കുന്ന ഒരു സമയത്താണ്. അതായത് ഈ പറയുന്ന മുഖ്യമന്ത്രി VD സതീശൻ്റെ തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ തന്നെ, അതായത് വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ മദ്യനികുതിയുടെ വിഷയത്തിലും ഉൾപ്പെടെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയൊക്കെ നിയമനത്തിൽ ഉൾപ്പെടെ സതീശൻ്റെ ഏകാധിപത്യ നയങ്ങൾ നടക്കുന്നു. അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ ആരുമില്ല. സംഘടന അത് വകവയ്ക്കുന്നില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കോൺഗ്രസിനകത്ത് തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അവിടേക്കാണ് ഇന്നലെ തന്നെ KPCC-യുടെ നിലവിലെ അധ്യക്ഷനും വൈദ്യുതി മന്ത്രി കൂടിയായിട്ടുള്ള സണ്ണി ജോസഫ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇനി അതിൽ തുടരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ പുനഃസംഘടന ഉടനെ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു അവസരത്തിൽ കൂടിയാണ് ഈ പറഞ്ഞ 1 ഡസനിലധികം ആളുകൾ, ഈ പറഞ്ഞതുപോലെ തന്നെ ബെന്നി ബെഹനാൻ അടക്കം, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവർ, ഷാഫി പറമ്പിലടക്കമുള്ളവർ ഈ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് മനു പറഞ്ഞതുപോലെ ഗ്രൂപ്പുകളുടെ പിൻബലത്തോടുകൂടി, നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൂപ്പുകളുടെ പിൻബലത്തോടുകൂടി ആ സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത്. അതായത് ഈ പറഞ്ഞ യാതൊരു പദവികളും ഇല്ലാത്തവരെയാണ് പരിഗണിക്കുന്നത് എങ്കിൽ അരുവിക്കരയിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട VS ശിവകുമാർ, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ സ്ഥാനാർത്ഥിയാകും എന്ന് പ്രതീക്ഷിക്കുകയും പിന്നീട് അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത ജോസഫ് വാഴയ്ക്കനാണ് ഈ പ്രതീക്ഷ വയ്ക്കുന്നത്. അതായത് അന്ന് തന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി വരുമ്പോൾ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല അന്ന് ഈ വാദിച്ച ഒരാളാണ് ജോസഫ് വാഴയ്ക്കന് വേണ്ടിയാണ് അന്ന് രമേശ് ചെന്നിത്തല വാദിച്ചത്. മറുവശത്ത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ KPCC-യുടെ നിലവിൽ വർക്കിംഗ് പ്രസിഡന്റാണ്, വടകര MP കൂടിയാണ്. ഷാഫി പറമ്പിൽ KC വേണുഗോപാലിനെ നമുക്കറിയാം. മന്ത്രിസഭയിൽ ഉൾപ്പെടെ KC വേണുഗോപാലിൻ്റെ അനുയായികൾ, അല്ലെങ്കിൽ കൂടുതൽ പേരെ തിരികെ കയറ്റാൻ, അല്ലെങ്കിൽ അവരുടെ അനുയായികളെ കൊണ്ട് മന്ത്രിസഭയിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കുമ്പോൾ അതേ സംഘടനയെയും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള, അതായത് കഴിഞ്ഞ ദിവസങ്ങൾ നമുക്കറിയാം VD സതീശൻ, അതായത് KC വേണുഗോപാൽ പറഞ്ഞു, കേരളത്തിൽ BJP ആണോ അല്ലെങ്കിൽ RSS ആണോ കേരളം ഭരിക്കുന്നത് എന്ന് പറയാതെ പറഞ്ഞത് സതീശനെ ഉന്നം വെച്ചുകൊണ്ടാണെന്ന് വ്യക്തമായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോലും സംഘടന കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്, അതിന്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിൽ സംഘടന കൈപ്പിടിയിൽ ഒതുക്കുക എന്നത് VD സതീശനെ സംബന്ധിച്ചും KC വേണുഗോപാലിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യും. അപ്പോൾ ഏതായാലും KC വേണുഗോപാൽ പക്ഷത്തിരിക്കുന്ന ഒരാൾ KPC പ്രസിഡന്റ് ആകാൻ VD സതീശൻ ഒരിക്കലും താല്പര്യപ്പെടില്ല. മറുഭാഗത്ത് KC വേണുഗോപാൽ വിഭാഗവും അങ്ങനെ തന്നെ. സതീശന് ഇഷ്ടപ്പെടുന്ന ഒരാൾ വരാൻ ഒരിക്കലും താല്പര്യപ്പെടില്ല. അപ്പോൾ ഈ 2 നേതാക്കളുടെയും 2 പക്ഷങ്ങളുടെയും താല്പര്യം ആർക്കൊപ്പമാണ് എന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? മനു, അതായത് AICC-യുടെ ജനറൽ സെക്രട്ടറി ഇവിടെ കേരളത്തിൽ നിലവിലുണ്ട്, ദീപാദാസ് മുൻഷി. അവർ മുൻ KPCC അധ്യക്ഷന്മാരുമായും ഒക്കെ ചർച്ച നടത്തുന്നുണ്ട്. അത്തരത്തിൽ KC വേണുഗോപാലിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഷാഫി പറമ്പിലിനെ പോലെയുള്ളവരെ KPCC-യുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക, അതുവഴി സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നൊരു ലക്ഷ്യം കൂടിയാണ് കാണുന്നത്. മറുവശത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമവായത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ, അഥവാ യാതൊരു സംഘടനാ ചുമതലയും അല്ലെങ്കിൽ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കാത്തവരാണ് വരുന്നത് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ VS ശിവകുമാറോ ജോസഫ് വാഴയ്ക്കനെ പോലെയുള്ളവരെ പരിഗണിക്കപ്പെട്ടേക്കാം. പക്ഷേ മറ്റൊരു കാര്യമുള്ളത്, നേരത്തെ പറഞ്ഞ 2 പേരുകൾ കൂടിയുണ്ട്. അതായത് കോഴിക്കോട് MP ആയിട്ടുള്ള MK രാഘവനും കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെ പരസ്യമായി തന്നെ അത് പറഞ്ഞിരിക്കുകയും ചെയ്യും.
KPCC അധ്യക്ഷനാവാൻ തനിക്ക് എന്തുകൊണ്ടും യോഗ്യതയുണ്ട്, അല്ലെങ്കിൽ താൻ അതിന് അർഹനാണ് എന്ന് പുറത്തുനിന്ന് നേരത്തെ പറഞ്ഞ 6 പേർക്ക് പുറമെ പുറത്തുനിന്ന് 2 പേര് കൂടി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിച്ചയാളാണ് ഈ പറയുന്ന MK രാഘവൻ ഉൾപ്പെടെയുള്ളവർ. KC വേണുഗോപാൽ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും MP ആയതിനാൽ മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അന്ന് മാറി നിന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് മടങ്ങി വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. മാത്രമല്ല കൊടിക്കുന്നിൽ സുരേഷ്, പ്രധാനപ്പെട്ട ഒരു പേര് കൊടിക്കുന്നിൽ സുരേഷാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു ദീർഘകാലമായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പാർലമെന്റ് അംഗമാണ്, ഇനി അവിടെ തുടരാൻ താല്പര്യമില്ല, കേരളത്തിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്കറിയാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കൊടിക്കുന്നിൽ സുരേഷ് അതിനുവേണ്ടിയുള്ള എല്ലാ അണിയറ നീക്കങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ കൊടിക്കുന്നിൽ സുരേഷ് പരസ്യമായി തന്നെ ആവശ്യവാദം അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിച്ചും കഴിഞ്ഞിട്ടുണ്ട്. താനാണ് അതിന് യോഗ്യനെന്ന് പറയുന്നു. മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ബെന്നി ബെഹനാൻ, അതായത് മുൻ UDF കൺവീനർ കൂടിയായിട്ടുള്ള ചാലക്കുടി MP ബെന്നി ബെഹനാനും ഈ പറയുന്ന KC വേണുഗോപാൽ പക്ഷത്ത് നിന്നുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇപ്പോഴും കീറാമുട്ടിയായി തന്നെ തുടരുകയാണ് എന്നതാണ് വസ്തുത. അതായത് 8ഓളം പേരുകൾ AICCയുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നു. അതിൽ നിന്ന് ഈ പറയുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചർച്ച തന്നെ നമുക്ക് വ്യക്തമായും അറിയാമായിരുന്ന കാര്യമാണ്. ദിവസങ്ങളോളം നീണ്ട മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പാടുപെട്ടത്. അത്തരത്തിൽ ഇപ്പോൾ വീണ്ടും KPCC അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് വരുന്നു. മാത്രമല്ല യൂത്ത് കോൺഗ്രസിലും KSUവിലും അടക്കം, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയാണ് ഇപ്പോൾ നിലവിലെ മന്ത്രിയായിട്ടുള്ള OJ ജനീഷ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിലും KSUവിലും അടക്കമുള്ള ഈ പുനഃസംഘടനയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമായി നിലവിൽ വരും, അല്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങളെ അതിജീവിക്കാൻ കഴിയും എന്നൊരു പ്രതിസന്ധി തീർച്ചയായും കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിടുന്നുണ്ട്. അവിടെയാണ് ഈ ചരടുവലി പറയുന്ന VD സതീശൻ കാര്യങ്ങൾ തീരുമാനിക്കാതെ, പാർട്ടിയും സംഘടനയുമായി ആലോചിക്കാതെ ഇപ്പോൾ KPCCയുടെ നേതൃയോഗം വിളിച്ചു തീർക്കണമെന്ന ഒരു മുൻ നിലവിലെ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MR അഭിലാഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ കത്തയച്ചിരുന്ന കാര്യം കുത്തഴിഞ്ഞ നിലയിൽ മുഖ്യമന്ത്രി തീരുമാനങ്ങൾ എടുക്കുന്നു, പാർട്ടിയുമായോ സംഘടനയുമായോ നയപരമായ കാര്യങ്ങളിൽ പോലും ചർച്ച ചെയ്യുന്നില്ല എന്ന ഒരു വിമർശനം നിലനിൽക്കുന്ന സമയത്തു കൂടിയാണ് ഇങ്ങനെയൊരു പെട്ടെന്ന്, അതായത് AICCയുടെ നിരീക്ഷകർ ഉൾപ്പെടെ അല്ലെങ്കിൽ AICCയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കേരളത്തിലെത്തിക്കൊണ്ട് ഇതിനൊരു ചർച്ച നടത്തിക്കൊണ്ട് ഇതിന് പരിഹാരം കാണണം എന്ന ആവശ്യത്തോടു കൂടി നിലനിൽക്കുന്നത്. പക്ഷേ ഇനിയും ചർച്ചകൾ നീളും. അത് എത്രത്തോളം പ്രാവർത്തികമാകും, എത്ര ദിവസം നീളുമെന്നത് തന്നെ പ്രവചിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള കാര്യമാണ്. കാരണം പറഞ്ഞതുപോലെ ഓരോരുത്തരും അവരവരുടേതായ നിലയിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു, താൻ അർഹനാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ചർച്ച കൂടി മുന്നോട്ട് പോകുന്നത്. മനു, ശരി, അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അടുത്ത അടി എന്ന് പറയുന്നത് KPCC അധ്യക്ഷനെ ചൊല്ലിയാണ്. ഏതായാലും ഗ്രൂപ്പുകളുടെയും നേതാക്കളുടെയും ഒക്കെ പിന്തുണ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നേതാക്കളുടെ ഒരു വലിയ പട തന്നെ രംഗത്തുണ്ട്. 8 പേരാണ് KPCC അധ്യക്ഷ സ്ഥാനം കൊതിച്ച് ഇപ്പോൾ ഈ ലീഗിൽ നിൽക്കുന്നതെന്നാണ് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആരൊക്കെയാണ്? കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ, ജോസഫ് വാഴക്കൻ, KC ജോസഫ്, VS ശിവകുമാർ, മാത്യു കുഴൽനാടൻ, ഒപ്പം തന്നെ MK രാഘവനും രാജ്മോഹൻ ഉണ്ണിത്താനം. ലീഗിലെന്ന് ഞാൻ പറയുന്നത് മുസ്ലിം ലീഗല്ല, ഈ ഒരു മത്സരത്തിനായുള്ള ലീഗ് ഉണ്ടല്ലോ, അതിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ തർക്കം മുറുകുമ്പോഴും ഹൈക്കമാൻഡ് മനസ്സ് തുറന്നിട്ടുമില്ല. കാത്തിരിക്കാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.